1980 പലതവണ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിനെ തുടർന്ന് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവന് കുടുംബം വേണം, കുട്ടികൾ വേണം എന്നായിരുന്നു മറുപടി. അങ്ങനെ ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയ ശേഷം അവനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി. ജോലിക്കിടയിൽ അവന് 2 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിനൊക്കെ അവൻ വെളിയിൽ പോകുന്നത് പതിവായിരുന്നു. വെളിയിൽ പോകുന്ന സമയത്ത് അവൻ കുട്ടികളെ കാണുമ്പോൾ പീഡിപ്പിക്കാൻ പ്രേരണ തോന്നിയിരുന്നു. അവന് പക്ഷേ ആ തോന്നൽ അധികം നാൾ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. അവൻ പയ്യെ കുട്ടികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ എപ്പോഴും ബ്ലേഡും മെഴുകുതിരിയും ലൈറ്ററും ഒക്കെ കയ്യിൽ കരുതിയിരുന്നു. അവന്റെ ഇരകളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത്. അതുമാത്രമല്ല, പീഡനത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികളുടെ പേര് അവൻ എഴുതി വെച്ചു. അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അവന് ഒരു സുഹൃത്തിൽ നിന്ന് ഒരു നിഗൂഢ പുസ്തകം ലഭിച്ചു. അങ്ങനെ ആ പുസ്തകം വായിച്ച ശേഷം സാത്താനിസത്തിലേക്ക് അവന്റെ താല്പര്യം വളർന്നു. അതിനിടയിലാണ് അവൻ ഹിറ്റ്ലറുടെ ആത്മകഥ വായിക്കുന്നത്. ഹിറ്റ്ലറുടെ ആത്മകഥ വായിച്ച ശേഷം അവൻ ഹിറ്റ്ലറുടെ വലിയൊരു ഫാനായി മാറി.